ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സിലബസ് പ്രകാരമുള്ള സൈക്കോളജി, ബിഹേവിയറൽ സയൻസ്, സോഷ്യൽ സൈക്കോളജി ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അല്ലെ, നമ്മുടെ സിലബസ് തുടങ്ങുന്നത് തന്നെ എന്താണ് സൈക്കോളജി എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം, എന്താണ് ബിഹേവിയറൽ സയൻസ് എന്നുള്ള അറിവ് നിങ്ങൾക്ക് വേണം, എന്താണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള അറിവ് വേണം. ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ലഭിക്കും. സോ നമുക്ക് ആദ്യം ബിഹേവിയറൽ സയൻസ് എന്താണ് എന്ന് നോക്കാം. ബിഹേവിയറൽ സയൻസ് ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവമാണ്. ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയാറ്. സോ ബിഹേവിയറൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക്, controlled, empirical and critical investigation of behavior of the organism through controlled and naturalistic experimental observations and rigorous formulations. അപ്പോൾ ഈ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഇത് വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച്, അയാളുടെ പ്രതികരണം എങ്ങനെ വരുന്നു, അത് വരാനുള്ള കാരണം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുന്നതിന് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നു. അപ്പോൾ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് സ്വഭാവം ഉണ്ടാകാനുള്ള കാരണം, അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പഠിക്കും. സോ നമുക്ക് നോക്കാം. ബിഹേവിയറൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക്, controlled, empirical and critical investigation of behavior of the organism. ഒരു വ്യക്തിയുടെ ഓർഗാനിസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ബിഹേവിയറൽ സയൻസിൽ പല എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയങ്ങളിലോ വ്യക്തികളിൽ മാത്രമല്ല, മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഓർഗാനിസം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ സ്വഭാവത്തെ കുറിച്ചുള്ള കൃത്യവും അതേപോലെ വളരെ ശാസ്ത്രീയവും നിയന്ത്രിതവുമായിട്ടുള്ള ഒരു പഠനം, ഇതിനെക്കുറിച്ച് ബിഹേവിയറൽ സയൻസ് എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്? ത്രൂ കൺട്രോൾഡ് ആൻഡ് നാച്ചുറലിസ്റ്റിക് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ആൻഡ് റിഗറസ് ഫോർമുലേഷൻസ്. അവിടെ നമ്മൾ പഠനം നടത്തുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ, നിരീക്ഷണം നടത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ നിരീക്ഷണം നടത്താം, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് നിരീക്ഷണം നടത്താം. അപ്പോൾ നിരീക്ഷണം നടത്തുന്ന ആളുടെ ഒരു നിയന്ത്രണത്തിലാണ് എല്ലാവരും എങ്കിൽ അത് കൺട്രോൾഡാണ്. അങ്ങനെയല്ല, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പരീക്ഷണം നടത്തുന്നതെങ്കിൽ അത് നാച്ചുറലിസ്റ്റിക് ആണ്, അല്ലേ? എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നിരീക്ഷിക്കുന്ന സമയത്ത് അവരറിയാതെയാണ് നിരീക്ഷിക്കുന്നത് എങ്കിൽ അത് നാച്ചുറലിസ്റ്റിക് ആണ്. നേരെ മറിച്ച് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം അവർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുമുണ്ട്. എങ്ങനെയാണെങ്കിൽ അത് കൺട്രോൾഡാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരീക്ഷണങ്ങളിലൂടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു എങ്കിൽ അതിനെ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നു. ഇറ്റ് എൻകംപോസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻഡ് ഇൻട്രാക്ഷൻസ് എമംഗ് ഓർഗാനിസം ഇൻ ദ നാച്ചുറൽ വേൾഡ്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായ ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ, വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ, അല്ലേ, ഓരോ ജീവികളുടെയും ഓരോ ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധപ്പെടലുകൾ, ഇതിനെയെല്ലാം ബിഹേവിയറൽ സയൻസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനം, ആ വ്യക്തി മറ്റൊരാളുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ്, അതിനെയും ബിഹേവിയറൽ സയൻസിൽ പറയുന്നു. അപ്പോൾ സ്വഭാവ രീതി എന്ന് പറയുമ്പോൾ അയാൾ സ്വയമേ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം എന്തിൽ വരും? ബിഹേവിയറൽ സയൻസിൽ വരും. ഇനി എന്താണ് സ്വഭാവം എന്ന് ചോദിച്ചാൽ, ബിഹേവിയേഴ്സ് ആർ റെസ്പോൺസസ് ഓർ റിയാക്ഷൻസ് വി മേക്ക് ഓർ ആക്ടിവിറ്റീസ് വി എൻഗേജ് ഇൻ. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇതിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നു. അപ്പോൾ ചിരിക്കുക എന്നുള്ളത് അവിടെയുള്ള നമ്മുടെ പ്രതികരണമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ പുഞ്ചിരിയോടെ വളരെ സന്തോഷം എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത് എങ്കിൽ അയാളുടെ സ്വഭാവം അങ്ങനെയാണ്.
ഇനി നമ്മൾ ചിലരോട് പറയും, ചില ആളുകളെ കുറിച്ച് പറയും, ഒരു റിയാക്ഷനും ഇല്ല, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരു റിയാക്ഷനും ഇല്ല. അപ്പം അയാളുടെ സ്വഭാവം അങ്ങനെയാണ്, അയാളുടെ പ്രവർത്തനത്തിൽ അയാൾ നൽകുന്ന പ്രതികരണം അങ്ങനെയാണ്. സോ ഇതൊക്കെയാണ് സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബിഹേവിയറൽ സയൻസ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സ്വഭാവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്വഭാവത്തെക്കുറിച്ച് ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന പല വൈജ്ഞാനിക ശാഖകളെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൽ നിന്നും ബിഹേവിയറൽ സയൻസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ വരുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന 3 എഡ്യൂക്കേഷണൽ ബ്രാഞ്ചസ് ആണുള്ളത്: സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി. സൈക്കോളജി മനഃശാസ്ത്രമാണ്, സോഷ്യോളജി അറിയാമല്ലോ സാമൂഹിക ശാസ്ത്രമാണ്, ആന്ത്രപ്പോളജി നരവംശാസ്ത്രമാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് പേരറിഞ്ഞിരുന്നാൽ മതി. സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പഠിക്കും, സോഷ്യോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയെക്കുറിച്ച്, ആന്ത്രപ്പോളജി നമുക്ക് തീരെ തന്നെ പഠിക്കാനില്ല, സോഷ്യോളജിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഹേവിയറൽ സൈക്കോളജി അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ്, അതായത് സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം, ഈ പഠനം നടത്താൻ നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സും അവലംബിക്കാറുണ്ട്. അപ്പോൾ ടിപ്പിക്കൽ റിസർച്ച് മെത്തേഡ്സ് ബിഹേവിയറൽ സയൻസ് ഉപയോഗിക്കുന്ന പല ശാസ്ത്രങ്ങളും പല രീതികളാണ്, പല രീതിയിലുള്ള മെത്തേഡ്സിലൂടെയാണ് അവരുടെ അന്വേഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു വൈജ്ഞാനിക ശാഖ എന്നുള്ള അർത്ഥമാണ് വരുന്നത്, അല്ലാതെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾക്കൊള്ളുന്ന സയൻസ് അല്ല. അപ്പോൾ ഏതൊരു വൈജ്ഞാനിക ശാഖയായാലും ഏതൊരു സയൻസ് ആയാലും അതിൻ്റെതായിട്ടുള്ള മെത്തേഡ്സ് വരും. അപ്പോൾ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആകുമ്പോൾ അത് ഒരു സയൻസ് ലാബിലേക്ക് പോകും, അല്ലെങ്കിൽ ജീവജാലങ്ങളെ കീറിമുറിച്ചുകൊണ്ടും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾ വരും. പക്ഷെ നമ്മുടെ സൈക്കോളജി, സോഷ്യോളജി പോലുള്ള പഠനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വ്യക്തികളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നടത്തേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരീക്ഷണം നടത്തിയില്ല എങ്കിൽ നമ്മുടെ അന്വേഷണങ്ങൾ വെറുതെ ആയിപ്പോവും. സോ അതിനുവേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരീക്ഷണ രീതികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് 1-on-1 കോഗ്നിറ്റീവ് ടെസ്റ്റിംഗ് ആണ്. അത് ഓരോ വ്യക്തിയിലും അവൻ്റെ ബുദ്ധി നിലവാരത്തെ അളക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ. മറ്റൊന്ന് ഫോക്കസ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ നമുക്ക് കൗമാരക്കാരിൽ ഉള്ള പ്രശ്നത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് എടുത്തുകൊണ്ടുള്ള പഠനം. ഡീബ്രീഫിങ്സ്, അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ടുള്ള പഠനം. എക്സ്പേർട്ട് റിവ്യൂ, വിദഗ്ധമായിട്ടുള്ള ഒരു വീക്ഷണം. അതേപോലെ ബിഹേവിയർ കോഡിങ്, സ്വഭാവത്തെ എന്ത് ചെയ്യാണ് നല്ല രീതിയിൽ അവലോകനം ചെയ്യുന്നു. സ്പ്ലിറ്റ് ബാലറ്റ് ഫീൽഡ് എക്സ്പീരിയൻസ്, അത് ഒരു ശാസ്ത്രീയ രീതിയാണ്. അപ്പോൾ ഇത്തരം മെത്തഡുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ബിഹേവിയറൽ സയൻസിൽ പരീക്ഷണങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി. ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഡീപ്പായിട്ട് അറിയേണ്ട ആവശ്യമില്ല. ഡീപ്പായിട്ട് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞു തരും. സോ അപ്പോൾ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് ബിഹേവിയറൽ സയൻസ്. ഇനി ബിഹേവിയർ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിഹേവിയർ അതിനെക്കുറിച്ച് എങ്ങനെ പഠനം നടത്തും എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിലൂടെയാണ് നമ്മൾ പഠനം നടത്തുന്നത്. അത് പല രീതികളിൽ നമ്മൾ നിരീക്ഷണം നടത്താറുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശേഷം പഠിക്കും. ഇനി നമുക്ക് സൈക്കോളജിയെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ടോപ്പിക്കായിരിക്കും സൈക്കോളജി. അപ്പോൾ എന്താണ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ, ആദ്യം സൈക്കോളജി എന്ന പദം എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അറിയണം, അല്ലേ? സൈക്കോളജി എന്ന് പറയുന്നത് ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്ന സൈക്കെ, ലോഗോസ്, ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചെടുത്ത ഒരു പദമാണ് സൈക്കോളജി. അപ്പോൾ സൈക്കോളജി എന്ന പദത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നു എന്ന് ചോദിച്ചാൽ ഗ്രീക്കിൽ നിന്നാണ്, ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഇംഗ്ലീഷിലെ പല പദങ്ങളും ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈക്കോളജി എന്നുള്ളത് സൈക്കെ, ലോഗോസ്. സൈക്കെ എന്നതിൻ്റെ അർത്ഥം
സോൾ അഥവാ ആത്മാവ് എന്നാണ്. ലോഗോസ് എന്നതിൻ്റെ അർത്ഥം സയൻസ് അഥവാ ശാസ്ത്രം എന്നാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം എന്നായിരുന്നു സൈക്കോളജിയുടെ അർത്ഥം. ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം ഉണ്ടാവും. ആത്മാവ് എന്നുള്ള പഠനം ഫിലോസഫിയിലല്ലേ വരേണ്ടത്, അല്ലെങ്കിൽ സ്പിരിച്വൽ സ്റ്റഡീസിലല്ലേ വരേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്കോളജിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇത് കുറേ ഫിലോസഫേഴ്സിൻ്റെ കയ്യിലായിരുന്നു. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് പോലുള്ള ഫിലോസഫേഴ്സ് ആയിരുന്നു സൈക്കോളജിയുടെ തുടക്കക്കാർ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആത്മാവിനെ കുറിച്ചുള്ള പഠനമായിരുന്നു. ഈ ഒരു പഠനം പിന്നീട് മനുഷ്യ മനസ്സിലേക്കും മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലേക്കും എന്നുള്ള രീതിയിൽ കാലക്രമേണ മാറ്റം വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന സൈക്കോളജിയിലേക്ക് എത്തിച്ചേർന്നത്. സോ അതിൻ്റെ ഉത്ഭവം എന്നുള്ളത് ഫിലോസഫേഴ്സിൻ്റെ കയ്യിലായതുകൊണ്ട്, ഫിലോസഫേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ശാസ്ത്ര ശാഖയിലും സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും. സോ അവർ ആത്മാവിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. പിന്നീട് പിൽക്കാലക്കാരായ ഓരോ സൈക്കോളജിസ്റ്റുകളും വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ സ്വഭാവ രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലേക്ക് സാവധാനത്തിൽ സൈക്കോളജിയിൽ പരിണാമം സംഭവിച്ചു. അങ്ങനെ നമ്മുടെ സൈക്കോളജി ഇന്ന് നാം പഠിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു. സോ സൈക്കോളജി ഈസ് ഡിഫൈൻഡ് ഫോർമലി ആസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് മെൻ്റൽ പ്രോസസ്, എക്സ്പീരിയൻസസ് ആൻഡ് ബിഹേവിയർ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇന്ന് സൈക്കോളജി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന് മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ച്, നമ്മുടെ മാനസിക പ്രക്രിയയെക്കുറിച്ച്. മാനസിക പ്രക്രിയ എന്ന് പറയുമ്പോൾ ചിന്ത വരും, ബുദ്ധി വരും, ഓർമ്മ വരും, സ്വഭാവം വരും, വ്യക്തിത്വം വരും. ഇതെല്ലാം മെൻ്റൽ പ്രോസസ്സാണ് അല്ലെ. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്തും മെൻ്റൽ പ്രോസസ്സിൽ വരും. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നാം നേരിടുന്ന അനുഭവങ്ങളാണ്. പിന്നീട് സ്വഭാവം. ഈ ഒരു 3 കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജിയിൽ ഇന്ന് നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഓർക്കുക, മെൻ്റൽ പ്രോസസ്, എക്സ്പീരിയൻസ്, ബിഹേവിയർ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നതിന് സൈക്കോളജി എന്ന് നമ്മൾ നിലവിൽ പറയുന്നു. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ പുരാതനമായ, അത് ഓൾഡ് നോളജാണ് അല്ലേ, പഴയതാണ്. പക്ഷേ അത് പുതിയൊരു രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ജർമ്മനിയിലെ ലിപ്സിക് എന്ന് പറയുന്ന സ്ഥലത്ത് 1879 ഒരു സൈക്കോളജിക്കൽ ലാബ് സ്ഥാപിച്ചു. ഈ ഒരു സൈക്കോളജിക്കൽ ലാബ് സ്ഥാപിച്ചതോടുകൂടിയാണ് മനഃശാസ്ത്രത്തിന് വളരെ കാതലായ മാറ്റം വന്നു തുടങ്ങുന്നത്. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് വില്യം വൂണ്ട്. ഇവിടെ നമ്മുടെ PSCയുടെ തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡാണ് കേട്ടോ. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പോൾ സൈക്കോ അനാലിസിസ് തിയറി പഠിക്കുന്ന സമയത്ത്, പേഴ്സണാലിറ്റി പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ഫ്രോയിഡിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഓർക്കുക, വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെ. മനഃശാസ്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിലുള്ള മുറിവുകളെ കുറിച്ചാണ്. വൂണ്ടിന് മുറിവ് എന്നൊരർത്ഥം ഉണ്ടല്ലോ. സ്പെല്ലിംഗ് വ്യത്യാസമാണ് എങ്കിലും ഉച്ചാരണം ഏകദേശം സെയിം ആണ്. ഓർക്കുക, വൂണ്ട്, മനസ്സിലെ മുറിവുകൾ, വില്യം വൂണ്ട്. അദ്ദേഹം 1879 ഒരു ലാബ് സ്ഥാപിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1879. അപ്പോൾ ആ ഒരു അക്കം നോക്കുമ്പോൾ 7, 8, 9 3 അവിടെ വരുന്നുണ്ട്. ആ ഒരു ഓർഡർ അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ അല്ലേ. 7 മധ്യത്തിൽ വന്നു, 8 തുടക്കത്തിൽ വന്നു, 9 അവസാനം വന്നു. അപ്പോൾ 3 ആ ഒരു 3 സംഖ്യകളും അവിടെ വരുന്നുണ്ട്. ആ രീതിയിൽ അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, പ്യൂർ സൈക്കോളജി ഉണ്ട്. പ്യൂർ സൈക്കോളജി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും ഒരു ശാഖയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് പ്യൂർ സൈക്കോളജിയാണ്. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയിലേക്ക് നമ്മൾ സൈക്കോളജി കൊണ്ടുവന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അപ്ലൈഡ് സൈക്കോളജിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മിലിറ്ററി സൈക്കോളജി ഉണ്ട്. മിലിറ്ററി എന്ന് പറയുന്ന പഠനശാഖയിലേക്ക് നമ്മൾ സൈക്കോളജി കൂടി ആഡ് ചെയ്യുമ്പോൾ അത് മിലിറ്ററി സൈക്കോളജി ആയി. സോ അത്
അപ്ലൈഡ് സൈക്കോളജിയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കോളജിയാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിലേക്ക് നമ്മൾ സൈക്കോളജി ആഡ് ചെയ്യുന്ന സമയത്ത് അത് അപ്ലൈഡ് സൈക്കോളജി ആയി. എന്നാൽ പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ ജനറൽ സൈക്കോളജി എന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ സൈക്കോളജി പോലുള്ള പല പ്യുവർ സൈക്കോളജികളും ഉണ്ട്. അത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയിലെ തന്നെ മറ്റൊരു ഫീൽഡാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമൂഹവുമായിട്ട്, സാമൂഹിക ബന്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ ആർ അഫക്റ്റഡ് ബൈ ദെയർ സോഷ്യൽ എൻവയോൺമെന്റ്. നമ്മുടെ സാമൂഹിക പരിസ്ഥിതി നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നു. എങ്ങനെ ആളുകൾ ചിന്തിക്കുന്നു, ആളുകൾ മറ്റാളുകളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ സൈക്കോളജിയിൽ മനസ്സിനെയും അതേപോലെ നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചും കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ സൈക്കോളജിയിൽ സാമൂഹികമായിട്ട് ഇവകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, സമൂഹത്തിലെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അപ്പോൾ സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരുന്നത് സോഷ്യൽ സൈക്കോളജിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ അവർക്ക് എങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നു എന്നുള്ള കണ്ടെത്തലുകൾ, ഇതൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. നോക്കിയപ്പോൾ അവരുടെ ഇൻട്രസ്റ്റഡ് ടോപ്പിക്കാണ് ആറ്റിറ്റ്യൂഡ്സ്, കൺഫോമിറ്റി ആൻഡ് ഒബീഡിയൻസ് ടു അതോറിറ്റി. ഒരു അതോറിറ്റിയോട് അല്ലേ, അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കടപ്പാടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, അതിനോട് നമ്മൾ എങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുന്നു, അതിനോടുള്ള നമ്മുടെ മനോഭാവം, അച്ചടക്കം, അതെങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ടീച്ചേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ പാരൻസിനോട് എങ്ങനെ പെരുമാറുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതേപോലെ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ആകർഷണം. പിന്നെ ഹെൽപ്ഫുൾ ബിഹേവിയർ, നമുക്ക് സഹായ മനസ്കതയുള്ള സ്വഭാവം. പ്രെജുഡ്യൂസ്, നമുക്കുള്ള മുൻവിധി, ഒരാളെ കുറിച്ചുള്ള മുൻവിധി അല്ലേ. ചില ആളുകളെ കുറിച്ച് കാണുമ്പോൾ അവനെ കണ്ടാൽ തന്നെ അറിയാം അവന് കള്ള ലക്ഷണമുണ്ട്, അപ്പോൾ അതൊരു മുൻവിധിയാണ് അല്ലേ, ഒരാളെ കുറിച്ചുള്ള ഒരു മുൻവിധിയാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതേപോലെ അഗ്രഷൻ, വയലൻസ്, സോഷ്യൽ മോട്ടിവേഷൻ, സാമൂഹികമായിട്ടുള്ള പ്രചോദനം. അപ്പോൾ ചില ആളുകൾ നമുക്കറിയാം സമൂഹത്തിൽ വളരെയധികം പ്രശ്നം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്നും ചില കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ഉയർന്ന പൊസിഷനിലേക്ക് IAS IPS ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർ പറയും ഇത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, എൻ്റെ സമൂഹത്തിന് എല്ലാം ഇതൊരു മോട്ടിവേഷനാണ്, എന്നെ പോലൊരാൾക്ക് ഈ ഒരു സ്റ്റാറ്റസിൽ വന്ന് നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ അവരെ ഉണർത്തുകയാണ് അല്ലെ. 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മുടെ നിലവിലുള്ള ഒരു IPS ഓഫീസറിൻ്റെ സ്വന്തം ജീവിത ചരിത്രം അതിനകത്ത് പറയാണ്. അപ്പം അദ്ദേഹം പറയുന്നു ഇത് എന്നെപ്പോലെ സമൂഹത്തിൽ അടിത്തട്ടിൽ നിന്നും ഒരാൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും, അപ്പം അതൊരു സോഷ്യൽ മോട്ടിവേഷനാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ. അതേപോലെ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ് ആൻഡ് സോ ഓൺ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ബിഹേവിയറൽ സയൻസ്, സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഓരോ തിയറീസും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സമൂഹവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രമാണ്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാലോ മെൻ്റൽ പ്രോസസ്, എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQ കൂടി നോക്കിയിട്ടോ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വേർ ഡസ് ദ വേർഡ് സൈക്കോളജി ഡസ് കം ഫ്രം? സൈക്കോളജി എന്ന പദം എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ക്ലാസ് തുടങ്ങിയത് തന്നെ സൈക്കോളജി എന്ന പദം ഇന്ന ഭാഷയിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് പറയാം. സോ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഗ്രീക്ക് ആണ് കേട്ടോ. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം
കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ ഒട്ടുമിക്ക പദങ്ങളും ഒന്നെങ്കിൽ ഗ്രീക്ക് ആയിരിക്കും അല്ലെങ്കിൽ ലാറ്റിൻ ആയിരിക്കും എന്ന് ഓർക്കുക. സൈക്കോളജി ഈസ് സെഡ് ടു ബി ദ സയന്റിഫിക് സ്റ്റഡി ഓഫ്, നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ശാസ്ത്ര പഠനമാണ്. ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ ഹെൽത്ത്, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക, മെൻ്റൽ പ്രോസസ്, ബിഹേവിയർ, എക്സ്പീരിയൻസ്, ഇത്തരം കാര്യങ്ങൾ എവിടെ വരുന്നു എന്ന് നോക്കുക. നിങ്ങൾ ഓപ്ഷൻ എയിൽ നോക്കിയാൽ അവിടെ ബിഹേവിയറും മെൻ്റൽ പ്രോസസ്സും കാണുന്നുണ്ടോ. ബാക്കിയുള്ള ഓപ്ഷനിലെല്ലാം മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനെ പല പല രീതിയിലാണ് കാണുന്നത്. അതെല്ലാം മെൻ്റൽ പ്രോസസ്സിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കുക. നമുക്ക് പറയാനുള്ളത് എക്സ്പീരിയൻസ്, ബിഹേവിയർ, മെൻ്റൽ പ്രോസസ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി സൈക്കോളജി ഈസ് എ ഡാഷ്. സൈക്കോളജി എന്നത് ബയോളജിക്കൽ സയൻസ് ആണോ, ഫിസിക്കൽ സയൻസ് ആണോ, സോഷ്യൽ സയൻസ് ആണോ, നാച്ചുറൽ സയൻസ് ആണോ? അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ തോന്നും, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ ബയോളജി, ഫിസിക്സ്, നാച്ചുറൽ സയൻസ് അല്ലേ, ഇതുമായിട്ട് നമുക്ക് സൈക്കോളജിയിലോ അങ്ങനെ വലിയ ബന്ധം വരുന്നില്ല. നമുക്ക് ബന്ധം വരുന്നത് സാമൂഹിക ശാസ്ത്രമായിട്ടാണ് അല്ലെ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസിൽ നിന്നും വേർതിരിഞ്ഞ് വന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി? അപ്പോൾ നമ്മൾ ഫാദർ ഓഫ് സൈക്കോളജി ആരാ എന്ന് പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെയും ഫാദർ കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാലും ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമാണ്, വില്യം വൂട്ട്. Then according to Dash, psychology is the positive science of behavior. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് സയൻസ് ആണ് എന്ന് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു. അത് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. JB വാട്സൺ ആണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ സ്വഭാവത്തിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞത് JB വാട്സൺ ആണ്. ഇനി സൈക്കോളജിയെ കുറിച്ച്, സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്നൊരു അഭിപ്രായമുണ്ട്. സയൻസ് എന്ന് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം അല്ലേ, അത് തുടക്കകാലത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുമ്പോൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഡെക്കാർത്തെ, വില്യം വൂട്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങ് ഔട്ടാക്കിയാൽ മതി. അങ്ങനെ ഔട്ടാക്കാൻ അറിയില്ല എങ്കിലും നിങ്ങൾക്ക് വില്യം വൂട്ടിനെ അറിയാം. അദ്ദേഹം എന്തായാലും സയൻസ് ഓഫ് സോൾ എന്ന് പറയില്ല, കാരണം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയെ കുറിച്ച്, അതായത് ബിഹേവിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അവിടെ നിന്നാണ്. സോ വില്യം വൂണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ സൈക്കോളജി എന്ന പദം എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ആ പദം ഏതാണ്? അപ്പോൾ ഗ്രീക്ക് വേർഡാണ് സൈക്കെ, ലോഗോസ് എന്ന രണ്ട് പദങ്ങളിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹൂം അല്ലെ, ആരാണ് സ്ഥാപിച്ചത്? അത് വില്യം വൂണ്ടാണ്. അദ്ദേഹം സ്ഥാപിച്ചത് ജർമ്മനിയിലെ ലിപ്സിക്കിലാണ്. സ്ഥലവും സ്ഥാപിച്ച ആളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യമായിട്ട് ഹൂ യൂസ് ദ വേർഡ് സൈക്കോളജി ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ഇറങ്ങുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വെച്ചേക്കുക കേട്ടോ. റുഡോൾഫ് ഗാൽക്കയ ആണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത്. ഇനി നമ്മൾ അവസാനം സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഓപ്ഷൻ ബി, കർട്ട് ലെവിൻ ആണ് കേട്ടോ. കർട്ട് ലെവിൻ ആളെ കുറിച്ച് നമ്മൾ പറയും. അദ്ദേഹം ഫീൽഡ് തിയറിയെ കുറിച്ചൊക്കെ പറഞ്ഞ ആളുകളാണ്. ഫീൽഡ് തിയറി എന്നൊരു തിയറി ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് കർട്ട് ലെവിൻ ആണ്. അപ്പോൾ സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മനഃശാസ്ത്രത്തെ ഉപയോഗിച്ച ആള് കർട്ട് ലെവിൻ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മളിന്ന് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് സൈക്കോളജി എന്താണ് എന്നും ബിഹേവിയറൽ സയൻസ് എന്താണ് എന്നും സോഷ്യൽ സൈക്കോളജി എന്താണ് എന്നും ഒരു ഇൻട്രോ തരിക മാത്രമാണ് ചെയ്തത്. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള വിശദീകരണമാണ് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത്. സോഷ്യൽ സൈക്കോളജിയുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ്, ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇതിനോട്
ഡീറ്റെയിൽ ആയിട്ട് ചേർത്ത് വെച്ച് പഠിക്കാനുള്ളത്. സോ തുടർന്നുള്ള ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ.